നമസ്കാരം. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും എല്ലാ വീട്ടമ്മമാർക്കും. അപ്പോൾ നമ്മുടെ RCCയിലെ ഡോക്ടർമാരോട് ഒരു 2 ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു. ഇംഗ്ലീഷ് മരുന്നിൻ്റെ മുഴുവൻ ഡോക്ടർമാരോട്. അത് ചോദിക്കുന്നതിൻ്റെ മുമ്പ് നാട്ടുകാരോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ നുണ പ്രചരിപ്പിച്ച് മറ്റുള്ളവരെ മൊത്തം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി ഇത് തുടങ്ങിയിട്ട്. ആ പണി നിർത്തിവെക്കാനായിട്ടില്ലേ എന്നൊരു ചോദ്യമാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി ഒരിക്കലും BJP ഇവിടെ വരാനായിക്കരുത്. നിങ്ങളെ മൊത്തം നശിപ്പിക്കാൻ ഉള്ളതാണ്. BJP വരാതിരിക്കാൻ എല്ലാ പണികളും എല്ലാ മേഖലയിൽ നിന്നും ചെയ്യണം. ഇങ്ങോട്ട് തിരിയുക, അങ്ങോട്ട് തിരിയുക, അപ്പുറത്തേക്ക് തിരിയുക, അങ്ങോട്ട് തിരിയുക, എന്നിട്ടുള്ള വോട്ടൊക്കെ പാടെ മറ്റുള്ളവരൊക്കെ വോട്ട് ചെയ്തിട്ട് അതൊക്കെ പാടെ ഒരു പെട്ടിയിലില്ല. എന്നിട്ട് UDF ജയിച്ചു, പിന്നെ LDF ജയിച്ചു, PDP ജയിച്ചു എന്നൊക്കെ ഉണ്ടാക്കി തീർത്താൽ മതി. കാരണം ഈ നാട്ടിലെ കുട്ടികൾക്ക് ഒരെണ്ണത്തിന് തൊഴിൽ ചെയ്യണ ഒരു സംവിധാനം ഇവർ കൊണ്ടുവരില്ല. അതിനുള്ള ബുദ്ധിയൊന്നും ഈ ലീഗിലുള്ള ഒരെണ്ണത്തിനില്ല, കോൺഗ്രസ്സിൽ നിലവിലുള്ള ഒരെണ്ണത്തിനില്ല. അവർക്ക് നിങ്ങളെ കൊല്ലാനുള്ളതൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ പറയാൻ വരുന്നത് ശ്രദ്ധിക്കണം. ഇന്ന് ജൂൺ 25, 2025. അപ്പോൾ ഇന്ന് പറയാൻ വരുന്നതിൻ്റെ ഒരു കാര്യം, നമ്മുടെ RCCയിലെ ഡോക്ടർമാരോടും അതുപോലെ മുഴുവൻ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഡോക്ടർമാരോടും വലിയ വിദ്യാഭ്യാസമുണ്ടെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളോടാണ് ഞാൻ എൻ്റെ പരിസരത്തുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാര്യം മാത്രം പറയാം. കാരണം എനിക്കത് കൂടുതൽ നിങ്ങളോട് പറയാൻ പാടില്ലല്ലോ. ഇവിടെ ഒരുത്തൻ തണ്ടൽ മുറിഞ്ഞിട്ട് 50 കൊല്ലമായി കിടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവൻ രക്ഷയില്ല. എന്താ നിങ്ങളുടെ ഈ വിദ്യാഭ്യാസത്തിന് അതിന് പറ്റില്ലേ? ഒരുത്തന് കണ്ണിൻ്റെ ഞരമ്പ് ബ്ലോക്കായിട്ട് പനിക്ക് മരുന്ന് കഴിച്ചിട്ട് കണ്ണിൻ്റെ ഞരമ്പ് ബ്ലോക്കായതാണ്. ഏകദേശമൊക്കെ തോന്നുന്നത് 40 കൊല്ലമായി ഉണ്ടാവുന്ന. ഓർമ്മ നഷ്ടപ്പെട്ടതിൽ PK ദാസിൽ ഒരു 70 ആൾ കിടക്കുന്നുണ്ട്. ഓർമ്മ നഷ്ടപ്പെട്ടവർ ഇവർ ചിലവർ 60 കൊല്ലമായവരുണ്ട്, 80 കൊല്ലമായവരുണ്ട്. മുഴുവൻ PK ദാസ് ആശുപത്രി ഉണ്ടായി പിന്നെ ചെയ്തതൊന്നുമല്ല, മറ്റുള്ള ആശുപത്രികളിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതൊക്കെ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും കൊണ്ടുവരാൻ ഈ വിദ്യാഭ്യാസമുള്ളവർക്ക് സാധിച്ചില്ല. എന്താ അങ്ങനെ വരാൻ? അപ്പോൾ ഇവർക്കൊന്നും അറിയില്ലേ? നിങ്ങളൊന്നും ആലോചിച്ചോ, ഒന്നും അറിയില്ല. ഈ വിദ്യാഭ്യാസം നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് സ്വന്തം തുണിയെടുക്കാൻ ഈ വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ടാവില്ല. നിങ്ങളെ ഒന്ന് കണക്കാക്കണം. നിങ്ങളുടെ പ്രൊഫസർമാർക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. വെറുതെ മണ്ടത്തരം പറയാം. നിങ്ങൾ മറ്റുള്ളവരെ വലിയ സംവിധാനമാണ്. കാരണം എന്ത് സംവിധാനമുള്ളത്? ഇവിടെ നിലത്ത് എന്തെങ്കിലും സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ അതെടുത്തിട്ട് നിങ്ങൾ കഴിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ബുദ്ധി വേണ്ടേ? ഈ സ്കൂളിൽ പഠിച്ചവർക്ക് ഇപ്പം എൻ്റെ പേരക്കുട്ടികൾ എന്നോട് വന്നിട്ട് എൻ്റെ വണ്ടിമല എഴുത്തൊക്കെ വായിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് ഓരോടൊരു ചോദ്യം ചോദിച്ചവർക്ക് വല്ലാതെ കുടിയും കിടക്കാം. അതായത് മദ്രസ അധ്യാപകന്മാർ പറയുന്നു, പിന്നെ ഖുർആൻ പഠിപ്പിക്കുന്നവർ പറയുന്നു ഖുർആനിൽ കൂട്ടാനും കുറക്കാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരിക വിചാരിച്ചാൽ 1400 വർഷം മുമ്പെയാണ് ഇവിടെ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന മടത്തല സ്വാമി ഇവിടെ ജീവിച്ചതിന് 5000 കൊല്ലം പഴക്കമുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം മാത്രം നോക്കിയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അന്ന് ആർക്കും ഒരു കോണോന ഉണ്ടാവുക, പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു തോർത്തുമുണ്ട കൊടുക്കാണ്ടാവുക, വേറെ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ കാലിൻ്റെ മുകളിൽ ചെരുപ്പോ ഈ കമ്പ്യൂട്ടറോ ഫോണോ ഈ സാധനമൊന്നും വലിയമാർ ഉപയോഗിക്കരുത്, വണ്ടി ഉപയോഗിക്കരുത്, ഒക്കെ മൂലക്ക് വെച്ചേക്കണം. കാരണം അത് ശാസ്ത്രലോകത്തിൻ്റെയാണ്. കൂട്ടാനും കുറക്കാൻ ഖുർആനിൽ കൂട്ടാനും കുറക്കാനൊന്നുമില്ലല്ലോ. അതുപോലെ ഇവിടുത്തെ ഇംഗ്ലീഷ് മരുന്നിൻ്റെ മുഴുവൻ ഡോക്ടർമാരെയും അടിച്ച് കൊല്ലണം. നുണ പ്രചരിപ്പിച്ചതിനാണ്. നുണ പ്രചരിപ്പിക്കുന്നതാണ്. ആരാണോ പ്രചരിപ്പിക്കുന്നത് അവൻ്റെ നട്ടല് മുറിക്കണം. അതല്ലെങ്കിൽ അവനെ കംപ്ലീറ്റ് ചീനമുളക് പല തവണ നടു റോട്ടിൽ കെട്ടിയിട്ടിട്ട് അവനെ തേക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. RCCയിലെ ഡോക്ടർമാർ ഉൾപ്പെടെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതുപോലെ സർക്കാരിൻ്റെ മുഴുവൻ നികുതി പണം ഇവർ പറ്റിക്കാം. അതായത് ഒരാളിൽ നിന്ന് ചികിത്സാ ചെലവ് മേടിക്കുന്നത് 175,000 മില്യൺ അമേരിക്കൻ കോടി ഡോളറാണ്. 175,000 മില്യൺ കോടി അമേരിക്കൻ ഡോളറാണ് ചികിത്സാ സഹായം മേടിക്കുന്നത്. അത് പല ഇനത്തിൽ വസൂലാക്കി ഇവർ കൊന്നുകളയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ പറയുന്നതിൽ ന്യായം വേണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം ഉള്ളവർ കംപ്ലീറ്റ് പൊലനായകളാണ്. ആട്ടി അടിക്കണം ഈ പട്ടികളെ. യവനാണെങ്കിലും ആട്ടി അടിക്കണം. അവൻ്റെ പേരോ ജാതിയോ നോക്കണ്ട, ആട്ടി അടിക്കണം. അതുപോലെ ഇവിടുത്തെ പട്ടികജാതിക്കാരെ എവിടെ ഉണ്ടെങ്കിലും തച്ചോളണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ഒരു ദിവസം പോലും അവർക്ക് പണിയെടുക്കാനുള്ള ഡേറ്റ് ഇല്ല. 5 മണി ഇങ്ങനെ കൂക്കണം. ഞാൻ ഇവിടെ തൊട്ടടുത്തൊരു പേരിൽ പണിയെടുക്കണ കണ്ടിരുന്നതാ. എന്നോട് അതിൻ്റെ അപ്പുറത്തുള്ള പേരക്കാരൻ എന്നോട് പറയാം, നീ ഇങ്ങനെ പണിയെടുക്കരുത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു, 5 മണി ഇവിടെ കൃഷിഫാമിൽ കൂക്കണ് കണ്ടപ്പോൾ മോള് കൊണ്ടുപോയിട്ടുള്ള മിഷൻ കല്ല് അന്ന് 38 രൂപയാണ് ഒരു കല്ലിന് വില.
ആ കല്ല് 3 കല്ല് മുകളിൽ കൊണ്ടുപോയി നേരെ താഴത്തേക്ക് ഇട്ടു. ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ കോഴിമുട്ട പാർമ എറിഞ്ഞ പോലെ ഉണ്ടായി. ഈ പട്ടികജാതിക്കാർക്ക് പണി കൊടുത്താലേ ഇതാണ് ശരി. അതുപോലെ ബംഗാളികൾ രാവിലെ 6 മണിക്ക് വരും, രാത്രി 12 മണി വരെ പണിയെടുക്കും. തുച്ഛമായ പൈസ കൊടുത്താൽ മതി. അതായത് ഇവിടെ ഒരു മേശന് കൊടുക്കുന്ന പൈസ പോലെ 5 ആളെ പഠിക്കണമെന്നാ കേസ്. മനസ്സിലായില്ലേ? അങ്ങനെ തന്നെയായിരുന്നു. എന്താണെന്ന് ഒരു ചെയ്തിരുന്നു, ഒരു 5 ചാക്ക് സിമെൻറ്റ് കുഴച്ചിട്ട് വെള്ളം കൂട്ടി കുഴച്ചിട്ടിട്ട് ഇത് അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇരുന്നിട്ട് രാത്രി 12 മണി വരെ ഇരുന്നിട്ട് കായ് മേടിക്കുക. അവർ കായ് കുറച്ചേ മേടിക്കണുള്ളൂ. ഈ 5 ചാക്ക് സിമെൻറ്റ് കൊണ്ടുപോയിട്ട് തെങ്ങിൻ്റെ ചുവട്ടിലടക്കം ചാക്ക് കെട്ടി കുഴിച്ചിട്ടിട്ടാണ് ഇവർ പോകുന്നത് എന്ന കാര്യം ഇവരാരും നോക്കുന്നില്ല. ഇപ്പോൾ അവരുടെ പല ഭാഗങ്ങളും അവരിപ്പോൾ അത് കണ്ടുപിടിച്ചു. പലവരും ഇതുപോലെ ചെയ്യണ്, അവരെ ഒപ്പിക്കുകയാണെന്ന് ഇപ്പോൾ പൊതുജനം കണ്ടുപിടിച്ചിട്ട് അവരിപ്പോൾ ഞങ്ങളോട് പറയണം അത് എങ്ങനെയല്ല നോണ നിങ്ങൾ പറയാൻ എന്ന് ശ്രമിച്ചോ അന്ന് നിങ്ങൾക്ക് പറ്റി. ഞങ്ങൾ ശരിക്കും പണിയെടുത്തിട്ടായിരുന്നു. ഒരു ചട്ടുക സിമെൻറ്റ് ഇത് ബാക്കിയിട്ടിട്ട് ഞങ്ങൾ പോകാറില്ല. അത് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും എവിടെയും കുഴിച്ചിട്ടിട്ടില്ല. അതൊക്കെ പിറ്റേ ദിവസം വേറൊരു പണിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഈ വിദ്യാഭ്യാസമുള്ളവൻ മുഴുവൻ തമ്മാടിയാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസം പഠിച്ചവൻ മുഴുവൻ തമ്മാടിയാണ്. ഇവനെ നശിപ്പിക്കാനുള്ള പണി ഏത് ജഡ്ജിയാണെങ്കിലും ഏത് കോപ്പാണെങ്കിലും ഏത് മൈരനാണെങ്കിലും അടിച്ച് കൊല്ലണം ഈ പട്ടികളെ. നുണ പറഞ്ഞ് വശീകരിക്കണം. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും പ്രധാനമന്ത്രി എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇങ്ങനെ അല്ലാണ്ട് പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രപതി ഭവനിൽ ഒരുപാട് രാഷ്ട്രപതിമാർ കെ.ആർ. നാരായണൻ ഇവിടുന്ന് പോയിട്ട് ഒറ്റപ്പാലത്ത് പോയ ഒരു രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹത്തിന് എന്തായിരുന്നു ചെയ്തതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം. ഞാൻ വ്യക്തിപരമായിട്ടും ഒരാളെ മോശമാക്കാനല്ല പറയുന്നത്, അവരെ തോന്നിയാസങ്ങൾ എടുത്ത് പറഞ്ഞാണ്. എനിക്കങ്ങനെ പറയേണ്ടി വന്നതാണ്. നമുക്ക് കാലികളെ വളർത്തുമ്പോൾ അതിനെ ശല്യമാണെന്ന് പറയുന്ന ഏത് നായിയാണെങ്കിലും അവനെ നശിപ്പിക്കണം. അത് പട്ടികജാതിക്കാരെന്ന് മാത്രമൊന്നുമല്ല, യവനാണെങ്കിലും നശിപ്പിക്കണം. കാരണം അതിൻ്റെ ചെതീട്ടോ മൂത്രമാണ് നമ്മൾ കുടിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിലായില്ലേ? അതിന് തല്ലി തൂറിക്കുക, എന്നിട്ട് അത് നെല്ലിന് ഉപയോഗിക്കുക. എനിക്കത് പറയേണ്ടി വന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എൻ്റെ നാട്ടിൽ പോലീസുകാർ ചെയ്യുന്ന തമ്മാടിത്തരം കൊണ്ടാണ് ഇത് വരുന്നത്. ഇവരൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടാളണം. ഇവിടെ ഈ പട്ടികജാതിക്കാർ വേണ്ട. കാരണം തോന്നിവാസം ചെയ്തതുകൊണ്ടാണ്. നല്ലവരൊന്നും നോട്ടെ, അതിനൊരു കുഴപ്പമൊന്നുമില്ല. നല്ലവർക്കെതിരായിട്ട് ചെയ്യാനൊന്നും പറഞ്ഞില്ല. ഈ നുണ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഇതാക്കണ. കാരണം ഇവർ പരിസരത്ത് ഒരു കക്കൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വല്പം വാസനയൊക്കെ അടിക്കും. അതിന് സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി. ഇല്ലെങ്കിൽ അടുത്ത പണി നിങ്ങൾ വേറെ നോക്കി. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും.